ഈ ഒരൊറ്റ ഓയിലുണ്ടല്ലോ, ഇത് നമുക്ക് പല വിഭവങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വെറുതെ ഒരു ബുൾസൈ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ വരെ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല മൊമോസ്, നൂഡിൽസ്, പാസ്ത ഇങ്ങനെ പല വിഭവങ്ങൾക്കും ഈ ഒരൊറ്റ ഐറ്റം. അതെ, ഇതാണ് ചൈനക്കാരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു ചില്ലി ഓയിൽ കേട്ടോ. ചൈന മാത്രമൊന്നുമല്ല, കൊറിയ, ജപ്പാൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എടുക്കാം. അതല്ലെങ്കിൽ ശർക്കര എടുക്കാം. അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ സാധാരണ മുളക് പൊടി എടുത്തേക്കുന്നത്. കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച മുളക് വേണം കേട്ടോ. അത് 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം നിലക്കടല വറുത്തത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഞാൻ ഗ്രേറ്ററിലിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂണ് വിനാഗിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം 1/4 കപ്പ് ഓയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1/4 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. മൊത്തം 1/2 കപ്പ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു 5-6 കുരുമുളകിൻ്റെ അല്ലി ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് ഉണ്ടെങ്കിൽ 1 ചേർത്ത് കൊടുക്കാം. പിന്നെ പട്ട വേണം, അതൊരു ചെറിയ കഷ്ണം മതി കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാർ, തക്കോലം എന്നൊക്കെ പറയുമല്ലോ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ടെന്ന് പറയുമ്പം ഈ സവാള നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം കേട്ടോ. അതുവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടെ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം പറയുകയാണ്, ഇതിലേക്ക് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്, വെളിച്ചെണ്ണയല്ല കേട്ടോ. ഓയിലോ ഒലീവ് ഓയിലോ അതല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ അത് ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്മെല്ലുണ്ട്, അതൊരിക്കലും ഇതിലേക്ക് എടുക്കരുത്, അത് ശരിയാവില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഇതുകൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ശരിക്കും ഇത് ഉണ്ടാക്കാനുള്ള പണി കേട്ടോ. ഇത് നമുക്ക് മൊമോസ് ഉണ്ടാക്കുമ്പോൾ ഡിപ്പായിട്ട് ഉപയോഗിക്കാം. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഒരു ബുൾസൈ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇട്ടിട്ടും നമുക്കിത് കഴിക്കാം. ഇനി ഒന്നും വേണ്ട, ചോറിലേക്ക് ഒരു കറി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ഒഴിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കൂ, എന്നാലും അടിപൊളിയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ചില്ലി ഓയിൽ ഉണ്ടാക്കാനുള്ള പണി കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചാൽ നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിക്കാനും പറ്റുന്ന ഒന്നുകൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.